ഇത് നമ്മുടെ കാശി യാത്രയുടെ ലോങ് വീഡിയോ ആണ്. ഞാൻ ലോങ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞു, പക്ഷേ സമയം കിട്ടിയില്ല. ഇന്ന് എന്തായാലും ശരി, ഞാൻ വോയിസ് കൊടുത്തിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലോങ് വീഡിയോ ഇടുവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ ഹൈപ്പ് ചെയ്ത് എല്ലാവരും വീഡിയോ മൊത്തം ഫുള്ളിരുന്ന് കാണണേ. കല്യാണത്തിന് മുന്നോടിയായിട്ട് 10 ദിവസത്തിന് മുന്നേ 2 ചടങ്ങുകൾ പ്രധാനമായിട്ടും നടത്തണം. ആ 2 പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഒന്ന് ഇത് കാശി യാത്ര. ഇനി നാളെ വേറെ നാന്ദി പൂജനം എന്ന് പറയും കേട്ടോ. നമ്മുടെ കയ്യിൽ ചുമന്ന ചരടും മഞ്ഞളൊക്കെ കെട്ടി കാപ്പ് കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്. ഇത് രണ്ടും പ്രധാനമായിട്ടും ചെയ്യേണ്ട ചടങ്ങാണ്. അപ്പോൾ കാശി യാത്രയുടെ രാവിലെ തന്നെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. നമുക്ക് എപ്പോഴും അഗ്നിസാക്ഷിയായിട്ടാണ് ഞങ്ങൾ സാധാരണ കുറേ വിശേഷങ്ങൾ നടത്താറ് പതിവുള്ളത്. ഇതിനു വേണ്ടി കളം വരച്ച് ഹോമകുണ്ടങ്ങളൊക്കെ റെഡിയാക്കി നവധാന്യങ്ങൾ ഒരുക്കി, പിന്നെ ഗണപതി ഒരുക്കി അങ്ങനെ ഗണപതി പൂജയും നവധാന്യ പൂജയും നവഗ്രഹ പൂജയും എല്ലാം ചെയ്താണ് നമ്മൾ അഗ്നിസാക്ഷിയായിട്ട് ഹോമങ്ങളും ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഈ ചടങ്ങൊക്കെ ആരംഭിക്കുന്നത്. ഈ ചടങ്ങിന് ഇരിക്കുന്നതിന് മുമ്പേ നാമം ചെയ്യുന്നൊരു പതിവുണ്ട്. അപ്പോൾ നാമമൊക്കെ ചെയ്തിട്ടാണ് തേജു അവിടെ ഹോമത്തിന് ഇരുന്നത്. പൂജയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളെ പെണ്ണിൻ്റെ ആങ്ങള വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കാശി യാത്രയ്ക്ക് തേജു പോകുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ ആങ്ങളെയാണ് തേജുവിനോട് കാശി യാത്രയ്ക്ക് പോകണ്ട, എൻ്റെ പെങ്ങളെ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് കൈപിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് കാശിക്ക് പോകുമ്പോഴത്തേക്ക് പെങ്ങൾ കൺമഷിയൊക്കെ ഒരു കണ്ണിലേ എഴുതത്തുള്ളൂ, കണ്ണിടാതിരിക്കാൻ വേണ്ടി ആയിരിക്കും, അതായിരിക്കും സങ്കല്പം. കണ്ണൊക്കെ എഴുതി, അതേപോലെ തന്നെ കഴുത്തിൽ മുല്ലപ്പൂവിൻ്റെ മാലയൊക്കെ ഇട്ട്, ഒരു ഭാണ്ഡത്തിലാണെങ്കിൽ കുറേ കഴിക്കാനുള്ള ഇതൊക്കെ എടുത്ത് കയ്യിൽ തോളിലൊക്കെ ഇട്ട്, പിന്നെ വലിയൊരു വടിയൊക്കെ വെച്ച്, പിന്നെ നമ്മൾ തലപ്പാക്കെട്ടൊക്കെ കാവി വെച്ച് തലപ്പാക്കെട്ട് ഇങ്ങനെ തൊപ്പി പോലൊക്കെ വെച്ചിട്ടാണ് പോകേണ്ടത്. GSB കൊങ്കണി സമുദായത്തിൽ ഉപനയനം കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് മുന്നേയുള്ള കാശി യാത്ര വരെ ആൺകുട്ടി ബ്രഹ്മചാരിയാണ്. അതിൻ്റെ സങ്കല്പത്തിലാണ് കാവി കൈലി, കാവി ഷാള്, കാവിത്തൊപ്പി ഒക്കെ അണിഞ്ഞ് ഇങ്ങനെ കാശി യാത്രയ്ക്ക് പോകുന്നത്. അങ്ങനെ ഒരു സങ്കല്പവും ഉണ്ട്. അതായത് കല്യാണത്തിന് മുന്നേ ഈ ബ്രഹ്മചാരി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശീലക്കുട, അതായത് ഓലക്കുടയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നവനീതിൻ്റെ അതിനകത്ത് ഓലക്കുട ഇല്ല, സാധാ കുട വെച്ചപ്പോൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഓലക്കുട അല്ലെങ്കിൽ ശീലക്കുട ഉണ്ടെങ്കിൽ നന്നായെന്നു. ശരിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഓലക്കുടയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത്. ഇവൻ്റെ കൂട്ടുകാരൻ തേജുവിൻ്റെയൊക്കെ കൂട്ടുകാരൻ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ നിന്നാണ്. അത് ഇല്ലത്തുള്ളയാണ് ആറന്മുള. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ ഫോട്ടോയും ഒക്കെ എടുത്ത് നമ്മളെ ഓർമ്മയ്ക്ക് ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഫോട്ടോകളും വീഡിയോകളൊക്കെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ തേജു കാശിക്ക് പോകുകയാണ്. അപ്പോൾ കാശിക്ക് പോകുക എന്ന് വെച്ചാൽ നേരെ കാശിക്ക് പോകുകയല്ല, ഇതൊരു സങ്കല്പമാണ്. അതുകൊണ്ട് നമ്മൾ തുളസിത്തറയ്ക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുക എന്നതാണ്. അപ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ ആങ്ങള വന്നിട്ട് വിളിക്കും, നീ പോകണ്ട, എൻ്റെ പെങ്ങളെ കല്യാണം ചെയ്തു തരാൻ സമ്മതമാണ്, അതുകൊണ്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തിന് മണ്ഡപത്തിലിടേണ്ട ഡ്രസ്സൊക്കെ ചെറുക്കന് കൊടുക്കുന്നു. ചെക്കന് കൊടുത്തിട്ട് സ്നേഹവാക്കുകളൊക്കെ പറഞ്ഞ് വീടിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നു. गच्छसि अहं काशीं गमिष्यामि अतः दैवता വളരാംഗൽ സംസ്കാരാന്തേ കാശിയാത്ര വിവാഹ പൂർവിക ജാൻഗേരോ കാശിയാത്രാം സംഗുണ്ടവർണ്ണ തമിളരി एक ब्राह्मण धर्म संकुचस्य एक ताणसिक्किल्य विद्या लोगोपकार जाऊँगा दूसरे तेड़ विद्या अभ्यासन जाऊँगा और तिस्सग जान श्रेष्ठ जानसिल्य पुण्यनगरी सग विद्वांस जानसिल जनाले सुगुण सरे स्वीकार कोर्चेक जान काशी यात्रा मंदोर दिलान तो मी तेरे शिव ऐसे रादो मैं थोड़ा चंग ओ अनि ते पता नहीं शिवम वस्त्राणि पे वसा देवोर चिद्रामंत सब वीडो शिवम वस्त्राणि पे वसा एक वस्त्र शिवम वस्त्राणि पे वसा देवोर चिद्रामंत सिद्धि अवात्रमंत्रतानि विश्वरूपेण मित्रावृणा सजेते तथा प्रदर्शन का लोकेशी समारंभ तंगारा അപ്പോൾ കാശിയാത്രയൊക്കെ കഴിഞ്ഞ് ചെക്കനെ അകത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്ന സന്തോഷത്തിൽ അമ്മ ആരതിയൊക്കെ ഒഴിയുന്നു കേട്ടോ. ഇതിത്രയും കണ്ടത് കാശിയാത്രയാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട ചടങ്ങ്, അതായത് മൂഞ്ചി സോഡേപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് വൃത്തികെട്ട വാക്കൊന്നുമല്ല, ഇത് ഞങ്ങളുടെ കൊങ്കണി പദമാണ് കേട്ടോ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉപനയനം കഴിഞ്ഞാൽ ബ്രഹ്മചാരി ആണ്. ബ്രഹ്മചാരി സമയത്ത് ഒരു സെറ്റ് പൂണൂല് ധരിക്കാറുള്ള, അതായത് 3 ഇഴ നൂലാണ് കേട്ടോ. ഇത് ഈ പൂണൂല് വെറുതെ
വെറുതെ പൂണൂല് വെറുതെ നൂലൊന്നും കെട്ടിയിട്ടിരിക്കുകയല്ല, ഇതിന് ചടങ്ങും ഓരോ അളവൊക്കെ ഉണ്ട് കേട്ടോ ഈ പൂണൂലിന്. അപ്പോൾ കാശി യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇനി ബ്രഹ്മചാരിത്വമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കിടക്കുകയാണ് ചെക്കൻ. അതിൻ്റെ മുന്നോടിയായിട്ട് 2 സെറ്റ് പൂണൂലാണ് ഇനി ധരിക്കേണ്ടത്. അത് ധരിപ്പിക്കുന്നത് ചെക്കൻ്റെ അച്ഛനാണ്. ഇനി അങ്ങോട്ട് 2 സെറ്റ് പൂണൂലാണ് ധരിക്കേണ്ടത്. പിന്നെ ഇനി അരയിൽ ഉപനയന സമയത്ത് ഇങ്ങനെ ദർഭപുല്ല് പിരിച്ച് പൂണൂല് പോലെ കെട്ടിക്കൊടുക്കും. അത് ഈ സമയം വരെ കാണണമെന്നാണ്, പക്ഷേ ആരും ധരിക്കാറില്ല. അതുകൊണ്ട് ഈ സമയത്ത് അതൊന്ന് പിരിച്ച് കെട്ടിക്കൊടുത്തിട്ടാണ് പൂജയൊക്കെ നടത്തുന്നത്. അത് അഴിക്കുന്നതിനാണ് മൂഞ്ചി സോടേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അരയിലെ പൂണൂലും മാറ്റി പഴയ പൂണൂലും കൂടെ എടുത്തിട്ട് തുളസിത്തറയിൽ കൊണ്ടിടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂഞ്ചി സോടേപ്പിൻ്റെ സങ്കല്പ കഥകൾ. അപ്പോൾ എൻ്റെ അറിവിലുള്ള അറിവുകളാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ ക്ഷമിക്കുക, ഒന്നെങ്കിൽ കമൻറ്റിൽ ശരിയാക്കി എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.